Mark chapter 10, verse 46. അവർ എരീഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരീഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയേരിയെ ഇരുന്നിരുന്നു. ആമേൻ. നമ്മളിവിടെ വായിക്കുന്നത് ഒരു വ്യക്തിയെ മർക്കോസ് പരിചയപ്പെടുത്തുകയാണ്. കോണ്ടെക്സ്റ്റ് അറിയാം. യേശു കർത്താവ് എരിഹോവിൽ നിന്ന് ആയിരുന്നു അവിടെ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു പുരുഷാരം യേശു കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു വ്യക്തിയുടെ കാര്യം പറയുകയാണ്. അവിടെ വ്യക്തിയുടെ ലോ പ്രൊഫൈൽ വ്യക്തിയാണെന്നുള്ളത് പറയുന്നത് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നത് എവിടെ? വഴിയരികെയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ ബഹുമാനമൊന്നും അവരോട് തോന്നാറില്ല. ലോ പ്രൊഫൈൽ ആളുകളാണ്. ഓരോരുത്തരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും പരിചയപ്പെടുത്തുന്നതും പലപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുന്നതൊക്കെ ബലഹീനമായ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ആരെങ്കിലും ആരുടെ പേര് പറയുമ്പോൾ പറയും, ഇന്ന സഹോദരി അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ, ഏത് സഹോദരി? ഇന്നടത്ത് താമസിക്കുന്നത്. അതാരാ? ആ ക്യാൻസർ വന്ന് സൗഖ്യമായ സഹോദരി എന്ന് പറയുമ്പോൾ ആൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ പറയും, ആ സഹോദരനെ അറിയാവോ? പുള്ളി ഏതാ? ഇന്നടത്ത്. അതറിയത്തില്ലല്ലോ. ആ കുഞ്ഞിന് സുഖമില്ലാത്ത ആളാന്ന് പറയും. അതെ. അപ്പോൾ ഓരോ ബലഹീന വശങ്ങൾ വെച്ചാണ് മറ്റുള്ളവരെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്, എൻ്റെ ഒരു സ്നേഹിതൻ US പോയി സെറ്റിലായപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം നമുക്കറിയാം അവിടെ പോയി വലിയ ഒരു വീടും പുരയിടവും ഒക്കെ അദ്ദേഹം മേടിച്ച് സെറ്റിലായി. അതെല്ലാം കടമാണ്. നമുക്കറിയാം US പോയി എന്തും വേണമെങ്കിൽ മേടിക്കാം, പക്ഷേ എല്ലാം കടത്തിലാണ് മേടിക്കുന്നത്. അദ്ദേഹം കടമെല്ലാം മേടിച്ച് കഴിഞ്ഞ് ഞാനതോട് ചോദിച്ചു, സ്നേഹം കൊണ്ട് ചോദിച്ചാണ്, സ്വാതന്ത്ര്യം കൊണ്ട് ചോദിച്ചാണ്, സഹോദര ഇപ്പോൾ ഇത്രയും തുടക്കത്തിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? കുറച്ച് നാളോടൊക്കെ കഴിഞ്ഞ് തൽക്കാലം ഒരു അപ്പാർട്ട്മെൻറ്റിലോ ഒരു ഫ്ലാറ്റിലോ ഒക്കെ താമസിച്ച് ചെയ്താൽ പോരായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ വളരെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, അത് ഇവിടെ അതിന് വലിയ അങ്ങനെ താമസിച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ നമ്മളെ പിന്നെ ആളുകൾ ആ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം ബ്രദർ ഇങ്ങോട്ട് വന്നു, ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുക, ഒരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ആളുകൾ പറയും, ആ സഹോദരനെ അറിയാവോ? ഏത് സഹോദരൻ? ആ ബെന്നി എന്ന് പറഞ്ഞ സഹോദരൻ? ഇല്ലല്ലോ. ആ 3 പെൺപിള്ളേരുള്ള സഹോദരൻ? അതും പറഞ്ഞ് മനസ്സിലായി പറയും, ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കും. അന്നേരം ആളുകൾക്ക് പിടികിട്ടും. അപ്പം നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ ബലഹീനമായ എന്തെങ്കിലും വശങ്ങളുണ്ടെങ്കിൽ അതിനെ ഓർത്താണ് മനുഷ്യരെ പലപ്പോഴും പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ മനുഷ്യനെക്കുറിച്ച് ഒന്നും പുകഴുവാനില്ല. അവനൊരു കുരുടനാണ്, ഭിക്ഷക്കാരനാണ്, വഴിയെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ആണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ അതിൻ്റെ 47-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നസറേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അവൻ്റെ പുറമേയുള്ള കണ്ണുകൾ അന്ധമായിരുന്നു, കണ്ണ് കാണാൻ പറ്റാത്ത വ്യക്തിയാണ്. എന്നാൽ അവൻ്റെ ഉള്ളിലെ കണ്ണുകൾ തുറന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, അവൻ കേട്ടത്, നമ്മൾ നസ്രേന യേശു എന്ന് കേട്ടിട്ട് അവൻ വിളിക്കുന്ന യേശുവേ എന്നല്ല, നസ്രേനായ യേശുവേ എന്നുമല്ല, യോസഫിൻ്റെ മകനായ യേശുവേ എന്നുമല്ല, മറിയയുടെ മകനായ യേശുവേ എന്നല്ല, തച്ചനെന്നോ കാർപ്പൻ്ററെന്നോ ഒന്നുമല്ല അവൻ വിളിക്കുന്നത്. അവൻ വിളിക്കുന്നത് യേശു എന്ന് കേട്ടിട്ട്, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ. ആരാ ദാവീദ് പുത്രൻ? പഴയ നിയമ പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള വാഗ്ദത്തങ്ങളിലുള്ള ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ് ദാവീദ് പുത്രൻ. അവനാണ് മശിഹ. ആ വ്യക്തിയാണ്. ഈ സാധാരണക്കാരനായ ഒരു യേശുവല്ല, ഇവൻ മശിഹയാണ്, ദൈവപുത്രനാണെന്ന് കാണുവാൻ അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതെ ഹൃദയ കണ്ണുകൾ കൊണ്ട് അവനത് സാധ്യമായി. ഇന്ന് പലരും യേശുവിനെ അറിയുന്നത് അത്ഭുതം ചെയ്യുന്ന യേശു, ആവശ്യങ്ങൾ സാധിപ്പിച്ചു തരുന്ന യേശു, മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശു, വിശക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ ശാപ്പാട് തരുന്ന യേശു അല്ലേ? പുറമേ ഉള്ള ഭൗതികമായ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഒരു കർത്താവാണ്, യേശുവാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു വലിയ പുരുഷാരം കർത്താവിന് കൂടെയുണ്ട്. അവർക്കാർക്കും യേശു ആരാണെന്ന് മനസ്സിലായിട്ടില്ല. പരീശന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ന്യായപ്രമാണം മുഴുവൻ അരച്ച് കലക്കി കുടിച്ച വ്യക്തികൾ അവിടെ ഉണ്ട്. പക്ഷേ അവർക്കാർക്കും യേശു ദാവീദ് പുത്രനാണ്, ദൈവപുത്രനാണെന്നുള്ളത് മനസ്സിലായില്ല. എന്നാൽ
ഈ വ്യക്തിയുടെ ഇവൻ സാധാരണ ലോ പ്രൊഫൈലുള്ളൊരു വ്യക്തിയായിരുന്നെങ്കിലും ഒരു ഐഡൻറ്റിറ്റിയും ലോകത്തിന് മുൻപാകെ പറയുവാനില്ല, ബലഹീനമായ വശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അവനൊരു ഉറപ്പുണ്ടായിരുന്നു, ഇവൻ ദൈവപുത്രനാണെന്നുള്ള കാര്യം അവന് ഉറപ്പുണ്ടായിരുന്നു. കർത്താവ് ഇന്ന് നമ്മളോടും ചോദിക്കുന്ന ചോദ്യമാണ്. ശിഷ്യന്മാരുടെ ഒരിക്കൽ യേശു കർത്താവ് ചോദിച്ചു, മർക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 18 ഇങ്ങനെ വായിക്കുന്നു, മാർക്ക് ചാപ്റ്റർ 8 വേഴ്സ് 18. കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ, ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ, ഓർക്കുന്നതുമില്ലയോ? കർത്താവ് ചോദിക്കുക, തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുക, കൂടെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണുണ്ട് പക്ഷെ നിങ്ങൾ കാണുന്നില്ല, ചെവിയുണ്ട് നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ ഓർക്കുന്നതുമില്ല. എന്താ കോണ്ടെക്സ്റ്റ് എന്തുവാ? കർത്താവ് അവരോട് ഉപദേശങ്ങൾ പറയണേ, പരീശന്മാരുടെയും ഹെരോദാവിൻ്റെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ മനസ്സ് മുഴുവൻ എന്തുവാ? അപ്പത്തെക്കുറിച്ച്. അപ്പം വേറെ ഒന്നും അവരുടെ തലയിലോട്ട് കയറുന്നില്ല. വലിയ ഉപദേശങ്ങളും സന്ദേശങ്ങളും മെസ്സേജുകളൊക്കെ കേൾക്കുന്നു, പക്ഷേ മനസ്സ് മുഴുവൻ എന്തുവാ? അപ്പത്തെക്കുറിച്ചാണ്, ലോകത്തിൻ്റെ താൽക്കാലികമായ നശ്വരമായ വിഷയങ്ങളെക്കുറിച്ചാണ്. അവരോട് ഇന്നും കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ, ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? അനേകരുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വേറൊരു സംഭവം വായിക്കുന്നുണ്ട്. ബെത്സൈദയിലെ കുരുടനായ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ആദ്യം അവൻ്റെ കണ്ണിലൊന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഓ ഞാൻ കാണുന്നുണ്ട്, മനുഷ്യർ നടക്കുന്നത് മരങ്ങൾ പോലെയാണെന്ന് പറഞ്ഞു. അതാണ് അവൻ്റെ കാഴ്ച. ഇന്ന് പലർക്കും കാഴ്ച കിട്ടിയിട്ടുണ്ട്, കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, പക്ഷേ മരവും മനുഷ്യനെയും തമ്മിൽ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിത്യമായൊരു ജീവിതമാണ്, മരം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ നശ്വരമായൊരു കാര്യമാണ്. ഇതിനെ രണ്ടിനെയും തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതെ ഹാഫ് സൈറ്റുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളും അങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. വില കുറഞ്ഞതായ താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും നമ്മളുടെ താല്പര്യങ്ങളും? ഇന്ന് വചന ശുശ്രൂഷകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സർവേയിൽ വായിച്ചു, ഓരോ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ അനുസരിച്ചാണ് ആളുകൾ കേൾക്കുന്നത്. യേശുവിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ അത് 1,00,000 പേർ ഒരാഴ്ചക്കുള്ളിൽ കണ്ടിരിക്കും. തലമുറകളെ വിടുവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര കവറേജ് ഉണ്ട്. യേശു കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച അതിന് വലിയ ഡിമാൻഡൊന്നുമില്ല. കാര്യം നമ്മുടെ ചിന്ത മുഴുവൻ ഏതിലേക്കായി? ഈ അപ്പത്തിൻ്റെ വിഷയങ്ങളിലേക്കായി. രണ്ടാമത് ഈ വ്യക്തിയിൽ കാണുന്ന ഗുണം, അവന് 48-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 48. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. പെർസിസ്റ്റന്റ് ഫെയ്ത്തിനെ കുറിച്ചാണ്, അചഞ്ചലമായ വിശ്വാസം. ചുറ്റുമുള്ളവരെല്ലാം പറഞ്ഞിടാ നീ മിണ്ടാതിരിക്കേ, നീ എന്തിനാ കിടന്ന് അലയ്ക്കുന്നേ? യേശു ശിഷ്യന്മാരും ജനങ്ങളും പോലെ നീ ഒന്ന് ശബ്ദം ഉണ്ടാക്കാതിരിക്കല്ലേ? ഒന്ന് ആലോചിക്കുക, അവിടെ സ്വാധീനമുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ള, കഴിവുള്ള, പ്രഗത്ഭനായ ഒരു ശാസ്ത്രിയോ ഒരു മിടുക്കനായ ഒരു മനുഷ്യനോട് നിന്ന് അലയ്ക്കുകയോ എന്ത് ചെയ്താലും ആരും ഒന്നും പറയത്തില്ല. പക്ഷേ ഇവനെക്കുറിച്ച് ഒരു വിലയും സമൂഹത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് അവനോട് പറഞ്ഞ് മിണ്ടാതിരിക്കുക, കീപ് ക്വയറ്റ് എന്നവനോട് പറയുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കി, ഈ പ്രത്യേകമായ സാഹചര്യം ചുറ്റുപാടെല്ലാം എതിർപ്പും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. പെർസിസ്റ്റൻറ്റ് ഫെയ്ത്ത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ അനുകൂലമായില്ലെങ്കിലും ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് ദൈവം നമ്മളോട് മനസ്സലിയുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. എല്ലാവരും ഇന്ന് ഫേവറബിളായിട്ടുള്ള സിറ്റുവേഷൻ വരട്ടെ, ദൈവത്തിനെ അനുസരിക്കാൻ, ദൈവത്തെ പിൻപറ്റുവാൻ, എല്ലാം ശരിയായിട്ട് എല്ലാം ഓക്കെ ആയിട്ട് പോകാനിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓർക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഞാൻ യേശുവിൽ വിശ്വസിക്കും, ഞാൻ അവൻ്റെ വചനത്തെ പിൻപറ്റും, അവൻ്റെ ശബ്ദം ഞാൻ കേൾക്കുമെന്ന ബോധ്യമുള്ളവർക്കാണ് ദൈവപ്രവൃത്തി അനുഭവിക്കുവാൻ കഴിയുന്നത്. വീണ്ടും നമ്മൾ കാണുന്നു, മനുഷ്യൻ്റെ മുമ്പിൽ വലിയ വിലയില്ലാത്ത ആളാണെങ്കിൽ യേശുവിന് മുൻപാകെ അങ്ങനല്ല. 49-ാം വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോൾ യേശു നിന്ന് അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്നവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. ലോകം ഒരുപക്ഷെ നമ്മുടെ ശബ്ദത്തിന് ചെവി തന്നില്ലെങ്കിലും, നമ്മൾ ആഗ്രഹിക്കുന്ന പലരും നമ്മളെ സഹായിക്കാൻ വന്നില്ലെങ്കിൽ, ഒരു കാര്യം ഓർക്കുക, ദർ ഇസ് നോ വൺ ഈസ് മാർജിനലൈസ്ഡ് ബിഫോർ ക്രൈസ്റ്റ്. വില കുറഞ്ഞവനായിട്ടോ വിലയില്ലാത്തവനായിട്ടോ ലോ പ്രൊഫൈൽ എന്നൊന്നും ദൈവത്തിന് മുൻപാകെ അങ്ങനെയൊന്നുമില്ല. തന്നെ യഥാർത്ഥമായി അന്വേഷിക്കുകയും
ഈ വ്യക്തിയുടെ പ്രതികരണം, യേശു വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുരുടനായ ഭിക്ഷക്കാരനായ വഴിയേരിയിരിക്കുന്ന മനുഷ്യൻ്റെ പ്രതികരണത്തെക്കുറിച്ച് മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വായിക്കാമോ? അതിൻ്റെ 50-ാം വാക്യം. അവൻ തൻ്റെ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റു യേശുവിൻ്റെ അടുക്കൽ വന്നു. ചാടി എഴുന്നേറ്റ്, ജംപ്സ് ഇൻ ടു ഹിസ് ഫീറ്റ് ആൻഡ് ത്രോസ് ഓഫ് ഹിസ് ക്ലോക്ക്. എത്ര സഡനായിട്ടുള്ളൊരു റിയാക്ഷൻ ആയിരുന്നു അല്ലേ? ഈ പുതപ്പ് കളഞ്ഞു എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. ഒരു പുതപ്പ്, ഈ ഭിക്ഷക്കാരനായ കുരുടനായ മനുഷ്യൻ വഴിയേറിയിരിക്കുന്ന വ്യക്തിക്ക് ഈ പുതപ്പ് അവന് വലിയ ആശ്വാസമാണ്. മഴ പെയ്യുമ്പോൾ അവനൊരു തണലാണ്, വെയിലത്തെ ചൂടത്ത് അവൻ്റെ തണലാണ്, മഞ്ഞുള്ള തണുപ്പുള്ള സമയത്ത് അവനതൊരു സംരക്ഷണമാണ്. മാത്രമല്ല പലപ്പോഴും ഭിക്ഷക്കാരൻക്കറിയാം, അവരാ പുതപ്പ് തറയിലിട്ടിട്ട് അതിൻ്റെ മേലാണ് ആളുകൾ ഭിക്ഷ കൊടുക്കുന്നത്. യേശു വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവൻ സുരക്ഷിതമായിട്ട് കരുതിയിരുന്ന ഇതിനെ എല്ലാം വിട്ടിട്ട് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. കർത്താവ് വിളിച്ചപ്പോൾ അനേകർ അങ്ങനെ കർത്താവിനെ പിൻപറ്റി നമ്മൾ അവർ സകലവും വിട്ട് അവനെ അനുഗമിച്ചു നമ്മൾ വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ലേവി എന്ന മാത്യു എന്ന ടാക്സ് കളക്ടറെ കർത്താവ് വിളിച്ചപ്പോൾ ആ ടാക്സ് ടേബിളും എല്ലാം ഉപേക്ഷിച്ച് അവൻ യേശുവിൻ്റെ പിന്നാലെ വന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ എപ്രകാരമുള്ള മനസ്സോടാണ് ദൈവശബ്ദത്തോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 51-ാം വാക്യം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് റബ്ബു, നീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. കർത്താവ് അവനോടൊരു ചോദ്യം ചോദിക്കുക. നമ്മൾ വിചാരിക്കേണ്ട ഇവനോട് ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഇവന് കാണുമ്പോഴേ അറിയാം അവൻ്റെ പ്രശ്നം എന്നാൽ അവൻ്റെ വായിൽ നിന്ന്, അവൻ്റെ ഹൃദയത്തിൽ നിന്നൊരു കൺഫെഷൻ, അവൻ്റെ ആവശ്യം എന്താണെന്ന് ദൈവത്തോട് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. പല ഭാഗങ്ങളും നമ്മളിങ്ങനെയുള്ള വേദഭാഗങ്ങൾ കാണാറുണ്ട്. യോഹന്നാൻ സ്നാപകൻ 2 പേരെ യേശുവിൻ്റെ അടുക്കിലേക്ക് വിട്ടു, അന്ത്രയോസിനെ മറ്റൊരു ശിഷ്യനെ. അപ്പോൾ യേശു തിരിഞ്ഞ് അവരോട് ചോദിച്ചെന്തോ, നിങ്ങൾ ആരെ തിരയുന്നു? കർത്താവിന് അറിയത്തില്ല ഇവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവരാണെന്ന്. 38 വർഷം കുളക്കരയിൽ രോഗിയായി കിടന്ന ഒരു വ്യക്തി, അവന് രോഗം സൗഖ്യമാൻ ആഗ്രഹിച്ച് അവൻ്റെ അടുക്കിലേക്ക് യേശു എന്നിട്ട് അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ട്? ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും വിചാരിക്കുമോ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, ദൈവമെല്ലാം അറിയുന്നുണ്ടല്ലോ, ഞാനിതിനാ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ദൈവത്തിൽ പറയുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിനത് അറിയാഞ്ഞിട്ടല്ല, എന്നാൽ നമ്മുടെ വായ കൊണ്ട് നമ്മളത് ദൈവത്തോട് കൺഫസ് ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കുക. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ള 52-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വേഴ്സ് 52. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ ഇത്രയും പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള വിശ്വാസമുള്ളവൻ, ഹൃദയ കണ്ണുകൾ തുറന്ന് യേശു കർത്താവ് ആരാണ് എന്ന് ബോധ്യമായിട്ടുള്ളവൻ, സാഹചര്യങ്ങളുടെ നടുവിൽ തളരാതെ അചഞ്ചലമായി കർത്താവിൽ വിശ്വസിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിയോട് കർത്താവ് പറയാണ്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. എന്ത് ചെയ്യാൻ പറഞ്ഞു? ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് അവൻ്റെ വഴിക്ക് പോയെന്നല്ല, അവൻ യാത്രയിൽ അവനെ അനുഗമിച്ചു. അവൻ്റെ ആ ഐഡൻറ്റിറ്റി മാറി. വഴിയരികിൽ ഇരുന്നിരുന്ന കുരുടനായ ഭിക്ഷക്കാരെന്നുള്ള പേര് മാറി. ഇന്ന് അവൻ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയായി മാറി. ദൈവമക്കളെ, നമ്മുടെ ഐഡൻറ്റിറ്റി മാറുന്ന അവസ്ഥ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഇന്നും ആ പഴയ അവസ്ഥയിൽ തന്നെയാണോ ജീവിക്കുന്നത്, അതോ നമ്മൾ കർത്താവിൻ്റെ പറഞ്ഞ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. നമ്മുടെ ഐഡൻറ്റിറ്റി, പഴയ സ്റ്റോറി എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഏത് സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു വന്നതെല്ലാം അവിടെ ഇരിക്കട്ടെ, എന്നാൽ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മുടെ അവസ്ഥ മാറ്റുന്ന ദൈവമാണ്, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവമാണ്, നമ്മുടെ ഐഡൻറ്റിറ്റി മാറ്റുന്ന ദൈവമാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പ്രധാനമായി ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിപ്പിക്കട്ടെ. ഒന്ന്, ഹിസ് ഇന്നർ ഐസ് വെയർ ഓപ്പൺ. അകക്കണ്ണുകൾ തുറന്നിരിക്കുകയായിരുന്നു. പുറമേയുള്ള കണ്ണുകൾ കൊണ്ട് കാണുന്നതിനപ്പുറമായി, കാണാൻ കഴിയുന്ന അപ്പുറത്തുമായിട്ട് അകക്കണ്ണുകൾ കൊണ്ട് അവൻ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ വിശ്വസിച്ചു. പൗലോസ് അതാണ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പുറമേയുള്ള അപ്പത്തിൻ്റെ വിഷയങ്ങളും ദൈവം വിടുവിക്കുന്നവനാണ്, അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നവനാണ് മാത്രം വിശ്വസിച്ച് ഉപജീവന ചിന്തകൾ കൊണ്ട് മാത്രം ജീവിക്കാതെ, ദൈവത്തിൽ പറഞ്ഞു, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശയുള്ളവരാണെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തോ പറയുന്നത്, നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ.
നമ്മുടെ ആ ചിന്താഗതികൾക്കൊക്കെ ഒരു മാറ്റം വരുവാനിടയാകട്ടെ ദൈവമക്കളെ. കർത്താവ് ആരാണ്? അവൻ എൻ്റെ രക്ഷിതാവാണ്. അവൻ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി എൻ്റെ രക്ഷകനാണ്. എന്നെ നിത്യതയിലേക്ക് സ്വീകരിക്കുന്ന ദൈവമാണ്. ഈ ഭൂമിയിലെ എൻ്റെ സാഹചര്യങ്ങൾ ഏതെല്ലാമായാലും അതിനപ്പുറത്തായിട്ട് എനിക്കൊരു നിത്യമായ സന്തോഷമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ, ആ യേശു കർത്താവ് രക്ഷിതാവാണ് എന്നറിയുവാൻ, സൗഖ്യദായകനെ ഇഷ്ടമാണ്, അപ്പം കൊടുക്കുന്നതിന് ഇഷ്ടമാണ്, അതിനപ്പുറത്തായിട്ട് യേശു കർത്താവ് എൻ്റെ വ്യക്തിപരമായ എൻ്റെ രക്ഷിതാവാണ്. എന്നെ നിത്യതയിലേക്ക് സ്വീകരിച്ച എൻ്റെ കർത്താവാണ്. എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച എൻ്റെ കർത്താവാണെന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? രണ്ടാമത് നമ്മൾ വായിക്കുന്നു, അവനൊരു പേഴ്സിസ്റ്റൻ്റ് ഫെയ്ത്ത് ഉണ്ടായിരുന്നു. സാഹചര്യങ്ങളൊക്കെ തടസ്സമായിരുന്നപ്പോഴും ചുറ്റുമുള്ളവരൊക്കെ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ഉറച്ച വിശ്വാസം, എൻ്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല. ഇവരെല്ലാം എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും എൻ്റെ യേശു എന്നെ ശബ്ദം കേൾക്കും. അവൻ്റെ ഹൃദയത്തിൽ ആ ബോധ്യമുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് അവനെ ഇത് കേട്ടപ്പോൾ, കർത്താവ് എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ അവനക്ക് വിലയേറിയതായിരുന്ന എല്ലാം ഉപേക്ഷിച്ചു. തൻ്റെ പുതപ്പ് അവൻ ഉപേക്ഷിച്ചു. പലപ്പോഴും നമ്മളൊന്ന് ഓർക്കുക, കർത്താവിൻ്റെ പിന്നാലെ അനുഗമിക്കുന്നവരാണ് നമ്മൾ പറയുന്നതെങ്കിലും നമ്മൾ വിലപ്പെട്ടതായിട്ട്, യേശുവിനേക്കാൾ വലുതായിട്ട് നമ്മൾ മറ്റെന്തിനെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കർത്താവിൻ്റെ വചനവും അനുസരിക്കുവാൻ തക്കമുള്ള മനസ്സോടെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. God bless you.